വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത്. എൻ്റെ പിതാവ് നിങ്ങളിവിടെ അറിയുന്നത് പോലെ വളരെ മദ്യപാനിയായ ഒരു മനുഷ്യനായിരുന്നു. സാധാരണ ഒരു മദ്യപാനി എന്നുള്ള ജീവിതത്തിൽ ഒരു സ്റ്റെപ്പ് പോലും മുമ്പോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ വളരെ കണ്ണുനീരിൻ്റെയും ഭാരങ്ങളുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ആളുകളാണ് ജീവിതത്തിൽ പിൻപിലുള്ളത്. ഒരു മനുഷ്യനോട് പറഞ്ഞറിയിക്കാനോ അതിൻ്റെ പ്രതിസന്ധികൾ എന്താണെന്നോ പറഞ്ഞാൽ ആർക്ക് മനസ്സിലാകുന്നതിന് അപ്പുറമുള്ള വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ എൻ്റെ ബാല്യകാലം. ഒരിക്കലും ഒരു മനുഷ്യൻ്റെ ബാല്യകാലമോ യൗവനകാലമോ ഒന്നും പോയാൽ നമുക്കത് മടക്കി കിട്ടത്തില്ല ഒരിക്കലും. ആ ബാല്യകാലം ഞങ്ങളുടെ ജീവിതത്തിൽ ഓർക്കുമ്പോൾ വളരെ ഭീതിജനകമായിരുന്നു. ഭയപ്പെട്ട് ജീവിച്ച മക്കളാണ് ഞങ്ങൾ 3 പേരും. സ്റ്റാലിയും സന്തോഷവും ഞാനും ഞങ്ങൾ 3 പേരും വളരെ ഭയത്തോടെ ജീവിതത്തിൻ്റെ ബാല്യകാലങ്ങളൊക്കെ കഴിഞ്ഞു പോയതെന്നാൽ ഒരു സന്ദർഭത്തിൽ ഞങ്ങളുടെ തൊട്ടടുത്ത് ലീലമാമ എന്നോട് പറഞ്ഞു, മോളെ നീ ചെന്ന വത്സം പാസ്റ്ററോടൊന്ന് പറഞ്ഞു, വത്സം പാസ്റ്ററോട് ശുശ്രൂഷിക്കുന്ന പാസ്റ്ററോടൊന്ന് പറഞ്ഞു നിന്റെ സങ്കടങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ പാസ്റ്റർ വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ ലീലമാമ എന്നും ഈ അനുഭവത്തിൽ വന്നിട്ടില്ല. ലീലമാമ എന്നെ പറഞ്ഞു വിട്ടത്. അങ്ങനെ ഞാൻ പാസ്റ്റർ അടുത്ത് വന്നു. പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം അതൊരു ചുവട് വെപ്പാക്കി ദൈവം മാറ്റി. എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഒന്ന് തീരുമാനിച്ചു, ഞാൻ മുമ്പോട്ട് വെച്ച കാലിനി പുറകോട്ട് വെക്കത്തില്ല. ജീവിക്കുന്നെങ്കിൽ കർത്താവിനായി, മരിക്കുന്നെങ്കിൽ കർത്താവിനായി എന്നുള്ള തീരുമാനത്തോടെ ദിവസം ഇറങ്ങി തിരിപ്പാനിടയായി തീർന്നത്. അന്ന് എവിടെ കൂട്ടായ്മ ഉണ്ടെങ്കിലും വളരെ ദൂരങ്ങളിലുള്ള കൂട്ടായ്മയ്ക്കൊക്കെ കടന്നു പോകും. റേഷൻ കട ഓണച്ചാൻ്റെ വെള്ളാവൂര് നമ്മുടെ പ്ലസൻ്റെ വീട് അങ്ങ് കുറേ ആ ഭാഗം കുറേ ദൂരം പോകണം. അവിടെ എല്ലാം നടന്ന് അവിടെ അവിടെ കുറേ എല്ലാവരുടെ മുഖം ഓർമ്മയുണ്ടെങ്കിലും പേര് ഓർക്കുന്നില്ല. എല്ലാവരുടെ വീടുകളിൽ അന്ന് നടന്ന് കിലോമീറ്ററുകൾ നടന്ന് പ്രാർത്ഥനയ്ക്ക് പോകും. അവിടെയൊക്കെ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ എൻ്റെ പിതാവ് എന്നെ ഭവനത്തിൽ കയറ്റാറില്ല. ഞാൻ വീടിൻ്റെ പുറകെ ഇതിനോട് ചേർന്ന്, നിങ്ങൾ പലർക്കും അറിയാം, പഴയ വീടിനോട് ചേർന്ന് ഒരു ആടിനെ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു തടിയുടെ കസേരയുണ്ട്, ചാരുന്ന കസേര. ആ കസേരയിൽ വന്ന് മണിക്കൂറുകളോളം 1 മണി 2 മണി വരെയൊക്കെ അനേക ദിവസങ്ങളിൽ പ്രാർത്ഥന കഴിഞ്ഞാൽ അവിടെ വന്നിരിക്കും. അന്ന് എനിക്ക് കൂട്ടുകാരനായിട്ട് ബിന്ദു എന്ന് പറഞ്ഞിരുന്നുണ്ട്, ഒരു വർഷം സഹോദരികളുണ്ട്, ഉണ്ണിയപ്പച്ചനുണ്ട്, ജോളിമാമയുണ്ട്. അവരുടെയൊക്കെ കൂടെയാണ് ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അതൊക്കെ അടക്കി ചില ദിവസങ്ങൾ മിക്കവാറും അനേക ദിവസങ്ങൾ ഞങ്ങൾ മുറ്റത്തിലൊന്ന് ഉറങ്ങിയിട്ടുണ്ട്. അനേക ദിവസങ്ങൾ അത് പറഞ്ഞാൽ അതൊന്നും ഓർക്കാൻ പോലും കഴിയത്തില്ല, അത്രയും അവസ്ഥകളായിരുന്നു. എന്നാൽ അവിടെ വന്നിരുന്ന് വളരെ ഭാരത്തോടെ ഇരിക്കുമ്പോൾ ദൈവമേ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ചിന്തിച്ച് 1 മണിയൊക്കെ കഴിയുമ്പോൾ പപ്പ ഉറങ്ങി കഴിയുമ്പോൾ അമ്മ വന്നപ്പോൾ കഥവിന് കുട്ടിയെടുത്ത് തരും. അങ്ങനെ അനേക ദിവസങ്ങൾ ഭവനത്തിനകത്ത് കയറി കിടക്കും. പക്ഷെ എൻ്റെ തീരുമാനം, ഞാൻ ജീവിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി, മരിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി. അങ്ങനെ എൻ്റെ ഹൃദയത്തിൻ്റെ തീരുമാനം തന്നെയാണ്. ഒരു ദിവസം നമ്മുടെ റേഷൻ കട നമ്മുടെ രുതിയമ്മയുടെ വീട്ടിലെ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ മടങ്ങി. ഞാൻ ഉണ്ണിയപ്പച്ചനുണ്ട്, ജോളിമാമയുണ്ട്. ഞങ്ങൾ അതിന് നടന്ന് വരുമ്പോൾ നമ്മുടെ ഈ പാപ്പസാറിൻ്റെ വാദത്തിലെത്തിയപ്പോൾ വലിയ ശബ്ദം കേൾക്കുക, ഭയങ്കര ശബ്ദം. ഞാൻ എൻ്റെ സാക്ഷി പറഞ്ഞാൽ തീരത്തില്ല, എങ്കിലും ഞാൻ എൻ്റെ പറ്റുന്നത് നിങ്ങളോട് പറയാം. ആ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞങ്ങളുടെ വീട്ടിലെ ആ ശബ്ദം കേൾക്കാൻ വഴിയുള്ള വേറെ ഒരു വീട്ടിലും അതിനുള്ള സാധ്യതയില്ല. അപ്പോൾ ഞാൻ ഭയപ്പെട്ട് നമ്മുടെ ഉണ്ണിയപ്പച്ചൻ്റെ വീടിൻ്റെ അതിലേ കൂടെ ഇറങ്ങി, ആ റബ്ബർ തോട്ടത്തിൽ അതിലേ കൂടെ ചെന്ന്, പിന്നെ എനിക്ക് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ വളരെ ഭാരപ്പെട്ട് പുറകോട്ടങ്ങ് നടന്നു പോയി. അവിടെ റബ്ബർ തോട്ടമാണ്, നമ്മുടെ ശ്വസമാമയുടെ ആ സൈഡ് റബ്ബർ തോട്ടം. പുറകോട്ട് നടന്നു പോയി. കുറേ നടന്നു പോയിട്ട് ഞാൻ അവിടെ ഉറക്കെ എന്ന്, കർത്താവേ നിന്റെ എത്ര ശബ്ദമുണ്ടോ ആ ശബ്ദത്തിൽ ഞാൻ ഉറക്കെ വിളിച്ചിട്ട് അവിടെ ഒരു റബ്ബറിൻ്റെ ചോട്ടിൽ ഏകദേശം 9:30-10 മണിയോട് അടുത്ത സമയത്ത് അവിടെ ചാരി ആ റബ്ബറിൻ്റെ ചോട്ടിലിരുന്നു. ഇരുന്നിട്ട് ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ ഒന്നെങ്കിലും എനിക്ക് സമാധാനം തരണം, അല്ലെങ്കിൽ എൻ്റെ ജീവനെ എടുക്കണം. എനിക്കിങ്ങനെ ഒരു ചൂട് പോലും എനിക്ക് വെക്കാനൊക്കത്തില്ല. നമ്മുടെ കൊച്ചു ബാല്യപ്രായം കഴിഞ്ഞ് ഒരു കൗമാരപ്രായ സമയമെന്ന് പറയുന്നത് നമ്മുടെ മാന്യത, അഭിമാനം, ആത്മാഭിമാനത്തിൻ്റെ ഒക്കെ ഒരു സമയമാണ്. നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതൊക്കെ സങ്കടപ്പെടുന്ന ഒരു സമയമാണ്. പക്ഷെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഇനി എനിക്ക് പറ്റില്ല, ഒന്നിനും എൻ്റെ ജീവൻ എടുക്കണം, അല്ലെങ്കിൽ എനിക്ക് ഈ അവസ്ഥ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ദൈവത്തോട് പറഞ്ഞ് ഞാൻ അവിടെ ചാരി ആ മരത്തിൻ്റെ മുമ്പിൽ ഒന്നിനെയും ഭയപ്പെടുന്നില്ല, ഒരു മനുഷ്യനുമില്ല. പക്ഷേ അപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു പാട്ടിൻ്റെ വരികൾ തന്നു, കഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ, കഷ്ടം എൻ്റെ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടം ഓർക്കുന്നില്ല, എപ്പോഴെൻ്റെ കർത്താവിനെ ഒന്ന് കാണാമെന്നേ ഉള്ളൂ. ഈ പാട്ടിൻ്റെ വരികൾ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് ചെന്ന് ശാലി അമ്മയൊക്കെ ചെന്ന് ആശ്വസിപ്പിച്ചു. സത്യത്തിൽ ആ സന്ദർഭത്തിൽ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ നീ എനിക്ക് സമാധാനം തന്നാൽ ഞാൻ നിന്റെ വേല ചെയ്യാം. എനിക്കന്ന് വേല എന്താണെന്നോ ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ വന്നിട്ട് കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ള ഒന്നും അറിയത്തില്ല. പക്ഷെ ദൈവത്തോട് പറയാം, കർത്താവേ നീ എനിക്ക് സമാധാനം തന്നാൽ ഞാൻ നിന്റെ വേല ചെയ്യാം. ഒരു കല്ലെടുത്ത് മാറ്റുന്ന പോലെ എന്നെ തറയുന്ന ഭാരം മാറിപ്പോ, വലിയൊരു ഭാരത്തോടാണ് ഞാൻ അവിടെ ഇരുന്നത്. ആ ഭാരം എൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോ ഒരു ധൈര്യം എനിക്ക് തരുവാനിടയായി തീർന്നു. അതിനുശേഷം
ശ്രീവത്സൻ പാസ്റ്റർ എന്റെ സാഹചര്യമൊക്കെ അറിഞ്ഞിട്ട് ഈ കർത്താവിന്റെ വേലയ്ക്ക് പോകുന്നുണ്ട് ആഴമെന്ന് വിചാരിച്ചിട്ടല്ല, എന്റെ വീട്ടിൽ നിന്ന് മാറി നിന്ന ഈ പെൺകൊച്ചിനൊരു സമാധാനം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും പാസ്റ്റർ എന്നോട് വന്ന് ചോദിച്ചു, മോളെ നിനക്ക് ദൈവവചനം പഠിക്കാൻ താല്പര്യമാണോ എന്ന് ചോദിക്കാനായിട്ട്. ഞാൻ പറയുന്നത് പാസ്റ്റർ എനിക്ക് ദൈവവചനം പഠിക്കാൻ താല്പര്യമാണ്, എനിക്ക് ഒന്നും അറിയത്തില്ല, ഞാൻ അഭിഷേകം പ്രാപിച്ചിട്ടില്ല, ഒന്ന് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, സാക്ഷ്യം പറയാൻ ഞാൻ എഴുന്നേറ്റ് നിന്ന് കരഞ്ഞിട്ട് അവിടെ ഇരിക്കും, അല്ലാതെ ഒരു വാക്ക് പറയാൻ എനിക്കറിയത്തില്ല. അങ്ങനെ പോകുന്ന കാലഘട്ടം പാസ്റ്റർ എനിക്ക് ഞാനിവിടുന്ന് പോകുന്നത് ആരംഭത്തിൽ ഈ സഭ എനിക്ക് പിരിച്ച് തന്ന 500 രൂപയും ഒരു ബിഗ് ഷോപ്പറിന്റെ തുണിയുമായിട്ട് ശ്രീവത്സൻ പാസ്റ്റർ നമ്മുടെ ഡാനിയലച്ചാരൻ ഒരു ദിവസം രാവിലെ ഭവനത്തിൽ വന്ന് ആദിയിൽ കൈപ്പാകിയും അന്ത്യമോ മധുരമത്രയെന്ന് പാട്ട് പാടി പ്രാർത്ഥിച്ച്, ഞാൻ ഇവിടുന്ന് 1000-നപ്പുറം പോയിട്ടുള്ള ഒരാളല്ല, എന്നെ അവിടുന്ന് തിരുവല്ലയിൽ പായിപ്പാട് ബൈബിൾ കോളേജിൽ കൊണ്ടുവന്നാക്കി. പാസ്റ്റർ അവിടെ പറഞ്ഞ് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് അവിടെ ആക്കിയിട്ട് പാസ്റ്റർ പോരുന്നു. എനിക്ക് ആരും സപ്പോർട്ടില്ല, അത് ഫോണില്ല. ആ പാസ്റ്റർ പോന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, ദൈവമേ ഞാൻ സത്യത്തിൽ അങ്ങോട്ട് പോയപ്പോൾ സ്വർഗത്തിൽ പോകുന്ന പ്രതീക്ഷയില്ല ഞാൻ പോകുന്നത്. അവിടെ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ പൈസയൊക്കെ തീർന്നു കേട്ടോ, 500 രൂപയൊന്നും അവിടെ ഒന്നും ഇല്ല. എൻ്റെ ബുക്ക് വേണം, പുസ്തകം വേണം, നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങളെല്ലാം നടക്കണം, എല്ലാം തീർന്നു. പാസ്റ്റർ പോയി, ഫോൺ വിളിക്കാൻ നിവൃത്തിയില്ല, ആരുമില്ല. മേലോട്ട് നോക്കിയ ആകാശം, താഴോട്ട് നോക്കിയ ഭൂമി. നിങ്ങൾ ആ സാഹചര്യം മനസ്സിലാക്കുന്നുണ്ടോ? ആരോടും ഒന്ന് പറയാൻ കഴിയാത്ത സന്ദർഭത്തിൽ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ വന്ന് ഞാൻ അകപ്പെട്ടു പോയല്ലോ, ഞാൻ എനിക്ക് ഒരു നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ അതിലേക്കായി കട്ടത്തിൽ ഞാൻ വന്നു വിട്ടല്ലോ. ദൈവമേ ഞാൻ അവിടുന്ന് ഒരു കത്ത് എഴുതി അമ്മയ്ക്ക്, അമ്മേ എനിക്ക് 50 രൂപ അയച്ചു തരണം, സ്തോത്രാഴ്ച ഇടാൻ പോലും എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അമ്മ എനിക്ക് 50 രൂപ അയച്ചു തരണം. ഈ കത്ത് ഓഫീസിൽ കൊണ്ടുവന്ന് പൊട്ടിച്ച് വായിക്കും, വായിക്കാതെ ഒരു കത്ത് അവർ അയക്കത്തില്ല, പൊട്ടിക്കാനൊക്കത്തില്ല, അത് അവർ വായിച്ച് നോക്കിയിട്ട് ശേഷം അയക്കത്തുള്ളൂ. അങ്ങനെ പൊട്ടിച്ച് വായിച്ചപ്പോൾ 50 രൂപ അയച്ചു തരണം അമ്മയോട് പറഞ്ഞിരിക്കുന്ന കത്ത് വായിച്ചിട്ട് എൻ്റെ വാർഡൻ ഓഫീസിൽ വിളിച്ച് എന്നോട് പറഞ്ഞു, നീ എന്തിനാ അവിടെ വന്നേ? ഞാൻ പറഞ്ഞു, വചനം പഠിക്കാൻ, നീ വിശ്വാസം പഠിക്കണം എന്നോട് പറയാനില്ല. ഞാൻ അങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്നോട് പറഞ്ഞ പ്രയർ ബോർഡ് മൂലയിൽ നീ പോയി പ്രാർത്ഥിക്കും, ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കുന്നു. ദൈവമക്കളെ അതൊരു വെറും വാക്കായിരുന്നില്ല. എൻ്റെ ജീവിതത്തിൽ അനേക സന്ദർഭങ്ങളിൽ ആ വാക്ക് വലിയ വിശ്വാസമായി വെളിപ്പെട്ടു വന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ചില സന്ദർഭത്തിൽ ഞാൻ വലിയ തോറ്റുപോയവളാണ്, എനിക്കറിയാം. എങ്കിൽ പോലും ജീവിതത്തിൽ ഒരുപാട് സന്ദർഭം ദൈവം വ്യക്തിപരമായി ഇറങ്ങി വന്ന് പ്രവർത്തിച്ച അനവധി നാളുകൾ ഞാൻ പിന്നീട് ഓർക്കുന്നു. ഞാൻ 2 വർഷം ബൈബിൾ കോളേജിൽ പഠിച്ചു. വലിയ അത്ഭുതം അവിടെ വെച്ച് തന്നെ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്യുവാനിടയായി തീർന്നു. എനിക്ക് ഇങ്ങോട്ട് വരാൻ വണ്ടിക്കൂലിയില്ല, പോവാൻ വണ്ടിക്കൂലി ചോദിക്കാൻ ആരുമില്ല, അപ്പം വീട്ടുകാരില്ല, അമ്മ വീട്ടുകാരില്ല, ആരോടും പറയാനില്ലാത്തൊരു സാഹചര്യം. ഒരു സെമസ്റ്റർ അവധിക്ക് വന്ന് ആദ്യത്തെ സെമസ്റ്റർ അതൊക്കെ വലിയ അനുഭവങ്ങളാണ്. എനിക്ക് സെമസ്റ്റർ അവധിക്ക് ഇങ്ങോട്ട് വരാൻ വണ്ടിക്കൂലിയില്ല, ഞാൻ വളരെ ഭാരപ്പെടുക. ഞാൻ പ്രാർത്ഥിച്ച് ഉച്ചയ്ക്ക് എല്ലാവരും കോളേജ് അടച്ചു പോകുമ്പോൾ 10 മണി വരെ പ്രാർത്ഥിച്ച് ഞാൻ വിചാരിച്ചു, ദൈവം ഇവിടെ നിങ്ങൾ തരും. 10 മണിയായിട്ട് കിട്ടി 50 രൂപയുടെ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ 50 രൂപ എനിക്ക് തരണം, 50 രൂപ തരണം. ഞാൻ 10 മണിക്ക് കിട്ടിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയില്ല, ഉച്ചയ്ക്ക് എല്ലാവരും പോകും കോളേജ് അടച്ച്. ഞാൻ 3-ാം നിലയിൽ കയറി ചെന്ന് ഞങ്ങളുടെ ഒരു ആന്റി അവിടെ ഓഫീസിൽ, ആന്റി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഞങ്ങളുടെ വാർഡ് ഒരു ആന്റി അവിടെ ജോലി ചെയ്യുന്നുണ്ട്, ആന്റിയോട് 50 രൂപ വായ്പ മേടിക്കാം എന്ന് കരുതി ഞാൻ കയറി പോകുമ്പോൾ ഞങ്ങളുടെ പ്രിൻസിപ്പളിന്റെ റൂമിന്റെ തൊട്ടപ്പുറത്ത് ആന്റിയുടെ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നത് പ്രിൻസിപ്പൾ എന്നെ കണ്ടിട്ട് അങ്ങ് വിളിച്ചു. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയെ കൂടെ വിളിച്ചോണ്ടാണ് പോയത്. വിളിച്ചു ഇരിക്കാൻ പറഞ്ഞു. 2 പേരും ഇരിക്കും. എവിടെ വീട് നാട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെറുപ്പക്കല്ല എൻ്റെ അവിടെ കോളേജൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം അപ്പച്ചൻ മരിച്ചുപോയി, അമ്മച്ചി ഇപ്പോഴും ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവിടെ മക്കളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് 2 പേർക്ക് 50 രൂപ വീതം തന്നു. എൻ്റെ വിശ്വാസം വർദ്ധിച്ച ഒരു കാഴ്ചവടായിരുന്നു. ഞാൻ സ്റ്റെപ്പുകൾ കരഞ്ഞുകൊണ്ട് താഴോട്ടിറങ്ങി, ദൈവമേ നീ എത്ര വലിയവൻ. അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് 1 മാസത്തിന് ശേഷം തിരിച്ചു പോവുകയാണ്. അപ്പൊ ഞാൻ 400 രൂപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആവശ്യങ്ങളെല്ലാം കണക്കൂട്ടി. ഞാൻ നിങ്ങൾ വിചാരിക്കും ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇതൊരു വലിയ അനുഭവമായിരുന്നു, ദൈവത്തിന്റെ തുടക്കമാണ്. 400 രൂപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പോകുന്ന ദിവസമായിട്ട് 400 രൂപയൊന്നും ഇല്ല. അമ്മ പറഞ്ഞേ, എൻ്റെ ഇടയിൽ നിന്റെ ഒരു കമ്മൽ ഇരിക്കൊണ്ട് ഞാൻ അതുകൊണ്ട് പണയം വെച്ചിട്ട് നിനക്ക് ഇച്ചിരി പൈസ, അമ്മയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ എൻ്റെ ഭാരം, ഞാൻ പോകേണ്ട സിറ്റുവേഷൻസ്. അമ്മ പോയിട്ട് അന്ന് അവിടെ പണയക്കട അടച്ചേക്കുമായിരുന്നു. ഇനി പോയിരുന്നു. എന്നോട് പറഞ്ഞു, നീ നാളെ മറ്റന്നാളെ പോവാം, അവിടെ അടച്ചേക്കുമായിരുന്നു. നിങ്ങൾക്ക് കേൾക്കണമെന്ന് നമ്മുടെ സാമിച്ചായൻ. എനിക്ക് 12:30 ആകുമ്പോൾ അവിടെ ഇറങ്ങണമെന്ന് ഞാൻ ചിന്തിച്ച സമയത്ത് പെരുവെയിലത്ത് അങ്ങ് സാമിച്ചായൻ പെട്ടെന്ന് സ്പീഡിൽ നടന്നു വരുന്നു. സാമിച്ചായനെ കൊണ്ട് 400 രൂപ ആദ്യമായിട്ട് ആ പൈസ സാമിച്ചാൻ എൻ്റെ കയ്യിൽ തരിക. 400 രൂപ ആ പൈസ മേടിച്ചപ്പോൾ എനിക്ക് സത്യത്തിൽ ഞാൻ ചിന്തിച്ചു, ദൈവം വ്യക്തിപരമായി വെളിപ്പെട്ട് വരുന്ന ചില അനുഭവങ്ങളുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ, നീ 400 രൂപയ്ക്ക് പ്രാർത്ഥിച്ചെങ്കിൽ 400 നിനക്ക് തരാൻ മതിയായ ദൈവം. 300 അല്ല, 390 അല്ല, 400. എനിക്ക് അതിനൊക്കെ എൻ്റെ വിശ്വാസം വർദ്ധിക്കാനിടയായി തീർന്നു. അതിനുശേഷമായി അവരുടെ ഒരുപാട് സന്ദർഭങ്ങൾ ദൈവപ്രവൃത്തി നടക്കാനിടയായി കോളേജിൽ. നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയാം, ചെറിയ ജോണച്ചാൻ്റെ ഒരു മകൾ മേരിക്കുട്ടി എന്ന് പറഞ്ഞൊരു ആന്റി ഉണ്ടായിരുന്നു. ചെറിയ ജോണച്ചാൻ്റെ മകള്. ആ ആന്റി മരിച്ചു പോയി. ഭയങ്കര ഹൈ ഷുഗർ ഒക്കെ ആയിരുന്നു. ആന്റി മരിച്ചു
ആൻറ്റി ഒരിക്കൽ എന്നെ അന്വേഷിക്കാനുള്ള കാര്യം അപ്പച്ചനും അമ്മച്ചി സ്നാനപ്പെട്ടപ്പോഴേ ഞാൻ സ്നാനപ്പെട്ടത്. അങ്ങനെ ആ വീഡിയോ കണ്ടിട്ട് എന്നെ അന്വേഷിച്ചപ്പോൾ ഞാനിങ്ങനെ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന അറിയാനിടയായി. ആ ആൻറ്റി എന്നെ ഒരു ദിവസം ഭവനത്തിലേക്ക് ക്ഷണിച്ചു. ഞാൻ അവിടെ കടന്ന് കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ അവിടെ ചെന്ന് കടന്നു ചെന്നു. എൻ്റെ വലിയ എല്ലാ ആവശ്യത്തിനും വേണ്ടതായ സാമ്പത്തികവും അല്ലാതെയുള്ള നന്മകൾ ആൻറ്റി തരുവാനിടയായി. ഷോർട്ടായിട്ട് പറയുക, ആൻറ്റി എനിക്കന്ന് അറിയത്തില്ല ഈ മേരിക്കുട്ടി എന്നൊരു മകളുണ്ടോ എന്ന് പോലും അറിയത്തില്ല. പക്ഷേ ദൈവം വിശ്വസ്തൻ, അവനാർക്കും കടക്കാരനല്ല. ദൈവം അന്ന് തൊട്ട് ഇന്ന് വരെയും സ്വർഗത്തിൽ ദൈവം നടത്തി അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം എനിക്ക് തന്നു. നല്ല ഒരു ഭർത്താവിനെ, എനിക്ക് യാതൊരു യോഗ്യതയില്ല ഉള്ളിടത്തല്ല, അനുഗ്രഹിക്കപ്പെട്ട നല്ല അനുഭവമുള്ള ഒരാളെ എനിക്ക് ഭർത്താവായി തന്നു. അനുഗ്രഹിക്കപ്പെട്ട 2 ആൺമക്കളെ തന്നു. എല്ലാം ദൈവത്തിന്റെ വലിയ കരുണയാണ് എന്ന് മാത്രമേ എനിക്ക് പറയാം. നമ്മൾ വിശ്വാസത്തോട് വിശ്വസ്തയോടെ നിന്നാൽ ദൈവം നമ്മെ മാനിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഞങ്ങളുടെ വിവാഹത്തിന് ശേഷം കോഴിക്കോടേക്ക് ഞങ്ങൾ അവിടെ മലബാറിലേക്ക് ശുശ്രൂഷയുള്ള ബന്ധത്തിൽ കടന്നുപോയി. സുഖകരമായിരുന്നില്ല ശുശ്രൂഷ അനുഭവങ്ങളൊന്നും. ഒരുപാട് കുന്നും മലകളും താഴ്വരകളും താണ്ടുന്ന അനുഭവങ്ങൾ, വലിയ പ്രതികൂലത്തിന്റെ അനുഭവം, വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ സന്ദർഭങ്ങൾ. BJP-ക്കാരുടെ വലിയ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. എങ്കിലും അവിടെയൊക്കെ പതരാതെ ഒരിക്കൽ വലിയ ഫോട്ടോയൊക്കെ എടുത്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ വാഹനം ഈ ഡിസ്ട്രിക്റ്റിൽ കാണാൻ പാടില്ല, നിങ്ങളെ ഒറ്റ മനുഷ്യനെ ഞങ്ങളെ പറഞ്ഞു, നിങ്ങളുടെ മുഖം ഇവിടെ കാണരുത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ പൊക്കോണം എന്നൊക്കെ പറഞ്ഞു. വലിയ ഭീഷണി മുഴക്കിയ സന്ദർഭങ്ങൾ. എന്നാൽ അവിടെയൊക്കെ പിടിച്ചു നിൽക്കാൻ സ്വർഗത്തിൽ ദൈവം കൃപ ചെയ്തു. ദൈവത്തിന്റെ വലിയ കരുണയാൽ അവിടെയൊക്കെ നടക്കുവാനിടയായി തീർന്നു. ഇന്ന് ഇപ്പോൾ ഞങ്ങൾ ഇടയാറുള്ള മാസ്റ്റർ പറഞ്ഞതുപോലെ കുമ്പനാട് സെൻട്രൽ കുമ്പനാടിനോട് ചേർന്ന് അടുത്ത സ്ഥലമാണ്. നിങ്ങൾക്ക് പലർക്കും അറിയാം, സാധു കൊച്ചിൻ ഉദ്ദേശിലേക്ക് എട്ട് സ്ഥലമാണ് ഈ ഇടയാറുമുള എന്ന് പറയുന്ന. ഇടയാറുമുളയിൽ ഏകദേശം 100 കുടുംബങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയിൽ ശുശ്രൂഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്കും ഇപ്രകാരം അവസരങ്ങളെ ഒരുക്കി. ദൈവത്തിൻ്റെ ദൈവത്തിന് നന്മയ്ക്കും വിശ്വസ്തതയ്ക്കും ഞാൻ നന്ദി പറയുകയാണ്. ദൈവത്തിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹൃദയത്തിൽ ചിന്തിച്ചതുമായി നമ്മൾ കേട്ടിട്ടുള്ള വചനമാണ് യെശയ്യാ പ്രവചനം 25-ാം അധ്യായത്തിൽ 4-ാം വാക്യം. ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിൽ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ കൊടുങ്കാറ്റിലൊരു ശരണമാണ്, ഉഷ്ണത്തിലൊരു തണലാ, കഷ്ടത്തിലൊരു കോട്ടയായി ഇറങ്ങി വരുന്ന ദൈവമാണ്, എളിയവരൊരു ദുർഗമായി വരുന്ന ദൈവമാണ്. അന്യന്മാരുടെ ആരോഗ്യത്തെയും അടക്കിക്കളയും, നിഷ്കണ്ഠന്മാരുടെ പാട്ടുകൾ നിന്നുപോകും. ഈ വചനമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചിന്തിപ്പാനിടയായിരുന്നു. വലിയ പ്രതികൂലങ്ങൾ നോക്കിയാൽ മുമ്പിലുണ്ട്, എന്നാൽ അവിടെയെല്ലാം നിലനിർത്തുവാൻ നടത്തുവാൻ വിശ്വസ്തനായ ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. എന്നെ തന്നെ ദൈവങ്ങൾ സമർപ്പിക്കുക.